ഹായ്. അപ്പം ഭാര്യ ഇങ്ങനെയായിരിക്കണം, ഭർത്താവ് ഇങ്ങനെയായിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഉണ്ട് കേട്ടോ. എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കണം, എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത്. അത് വിവാഹം കഴിഞ്ഞിട്ടും അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നാൽ അത് ഒരിക്കലും അത് കറക്റ്റായിട്ടുള്ളൊരു സക്സസ് ആയിട്ട് പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. നമ്മുടെ അവസാനം കുടുംബ കോടതികളിലായിരിക്കും എത്തുന്നത്. നമ്മളെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം, ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾക്ക് ആഗ്രഹിക്കാം. പക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം രണ്ട് വ്യത്യസ്ത തലത്തിൽ, രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ വന്ന രണ്ട് വ്യക്തികളാണ്. അത് മാത്രമല്ല, രണ്ട് വ്യക്തികൾ മാത്രമല്ല, ഇവിടെ കൂടുന്ന രണ്ട് കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധവും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഈ രണ്ടുപേരും ഒരു പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ കുടുംബജീവിതം വളരെ നന്നായിട്ട് കൊണ്ടുപോകാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കുടുംബജീവിതം ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഷിപ്പ് ആവരുത്. അതാണായാലും പെണ്ണായാലും ഒരു നമ്മൾ ഭരിക്കാനോ ഭരിക്കപ്പെടാനോ വേണ്ടിയിട്ടല്ല വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ദുഃഖങ്ങൾ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം പരസ്പരം ഷെയർ ചെയ്യാനും അത് നടത്തിയെടുക്കാനും, അല്ലെങ്കിൽ അത് നടത്താൻ കഴിയാത്തതാണെങ്കിൽ അത് നടത്താൻ വേണ്ടി പ്രയത്നിക്കാനും, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്ന് പറയാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതെന്ന് ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബ കോടതികളിലേക്കുള്ള കേസിന്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള വക്കീലന്മാർ ജോലി ഇല്ലാണ്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് ഇരുന്നോളും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കട്ടെ. വക്കീലന്മാർക്ക് കുറച്ച് ഭയങ്കര കൂടുതൽ അഹങ്കാരമാണ്. പ്രത്യേകിച്ചും ജെൻസ് വക്കീലന്മാർക്ക് കുറച്ചും കൂടി 5-6 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, 10-15 വർഷം 20 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഏതാണ്ട് വലിയ ഭാവമാണ്, ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണ്. അപ്പം ഇതൊന്നും ഒരു കാര്യമുള്ളതല്ല. അപ്പം നിങ്ങൾക്ക് ഫാമിലി കോടതിയിൽ കേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളൊന്നും വക്കീലന്മാരെടുത്ത് പോകാനുള്ള ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് വക്കീലായ എൻ്റെ കന്നിയിൽ ഞാൻ തന്നെ പാറ്റിയിടുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിൽ എന്താ പറഞ്ഞാൽ ഊന്നി നിൽക്കാതെ, അല്ലെങ്കിൽ കൺസെപ്റ്റിൽ നമ്മൾ പിടിച്ചു തൂങ്ങാതെ നമ്മുടെ ലൈഫ് എങ്ങനെയാണോ ആ ലൈഫ് ഹാപ്പി ആയിട്ട്, മാക്സിമം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പൊ ഈയിടെയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് പെൺകുട്ടികൾ കള്ളു കുടിക്കുന്നു പറയാൻ വന്നതാണ്. മദ്യപിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഓരോ കുട്ടികളോട് ചെന്ന്, ഓരോ പെൺകുട്ടികളോട് ചെന്ന് നിങ്ങൾ മദ്യപിക്കും അങ്ങനെയുള്ളതെന്ന്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ അതിനകത്തൊരു കമന്റ് ഇട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ സത്യമായിട്ട് പറയുകയാണ്, ഒരു കൊക്കക്കോള പോലും എനിക്ക് കുടിക്കാൻ കഴിയാത്ത ഒരാളാണ്. കൊക്കക്കോള കുടിച്ചാൽ മുക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനൊരു കമന്റ് ഇട്ടു, ദൈവമേ, ഒരു കൊക്കക്കോള പോലും പറയാൻ പോലും എനിക്ക് മനസ്സ് പറ്റണില്ല. ഒരു കൊക്കക്കോള പോലും കുടിക്കാൻ കഴിയാത്ത എന്നെയൊക്കെ ഈ നൂറ്റാണ്ടിൽ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചതെന്ന്. കാരണം ഈ പെൺകുട്ടികളെ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാതെ പറയാണ്, എനിക്ക് ഇന്ന ഇതാണ് ഇഷ്ടം, എനിക്ക് ഹോട്ടാണ് ഇഷ്ടം, എനിക്ക് ബിയറാണ് ഇഷ്ടം, അതിന്റെ കുറെ പേരുകളൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പം അതിനകത്തൊരു കമന്റ് ഞാൻ കണ്ടു, ഈ കുടിച്ചുകൾക്കെല്ലാം കുടിയന്മാരെ കിട്ടട്ടെ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ കുടിച്ചുകൾക്ക് ഒരിക്കലും മദ്യപിക്കാത്ത, അല്ലെങ്കിൽ ഇന്ന് വരെ മദ്യം തൊടാത്ത ആൾക്കാരെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകും.